നടത്തിയതിന് അമേരിക്കയിൽ 2 പേർ അറസ്റ്റിലായി. വംശവിദ്വേഷത്തിന്റെ പേരിലാണ് ഡാനിയൽ കൊവാട്ട്, പോൾ ഷെൽസ്മാൻ എന്നിവർ ഒബാമയെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതിയിട്ടതെന്ന് പോലീസ് പറഞ്ഞു. ഇമെയിലിലൂടെ പരിചയപ്പെട്ട സുഹൃത്തുക്കളാണ് കൊവാട്ടും ഷെൽസ്മാനും. നവംബർ 4 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡന്റാകും ബരാക് ഒബാമ. ഒരു കറുത്ത വർഗ്ഗക്കാരൻ അമേരിക്കൻ പ്രസിഡന്റാകുന്നത് അംഗീകരിക്കാനാകാത്തതുകൊണ്ടാണ് ഒബാമയെ വധിക്കാൻ തീരുമാനിച്ചതെന്ന് പിടിയിലായ യുവാക്കൾ പോലീസിനോട് പറഞ്ഞു. ഒരാഴ്ച മുമ്പാണ് യുവാക്കളെ പോലീസ് പിടികൂടിയത്. ഇമെയിലിലൂടെ പരിചയപ്പെട്ട ഡാനിയൽ കൊവാട്ടും പോൾ ഷെൽസ്മാനും 1 മാസം കൊണ്ടാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. Have something like this in his mind? No, something like that, but he's never said any kind of race or anything like that. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കുകയാണ് ഒബാമയ്ക്കെതിരെയുള്ള വധഗൂഢാലോചന പുറത്തുവരുന്നത്. ഇതോടെ ഒബാമയ്ക്ക് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ. വിഷയത്തിൽ വാഷിംഗ്ടൺ DC-യിൽ നിന്നും ഉണ്ണികൃഷ്ണനൊപ്പം തന്നെ നൈനാൻ കോശി തിരുവനന്തപുരം സ്റ്റുഡിയോയിലും. ആദ്യം ശ്രീ ഉണ്ണികൃഷ്ണൻ, ചില സമൂഹങ്ങൾക്ക് മാത്രമേ മറ്റ് ജനങ്ങളെ ഭരിക്കാനുള്ള സിദ്ധി പ്രകൃതിയ ലഭിക്കുകയുള്ളൂ എന്ന് കരുതുന്ന മേധാവിത്വവാദികൾ, സുപ്രമസിസ്റ്റുകളാണ് ഈ അക്രമത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ അക്രമ ഉദ്ദേശത്തിന് പിന്നിൽ എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ നവനാസികൾ എന്ന് വിളിക്കുന്നവർ എത്രത്തോളം ശക്തമാണ് അമേരിക്കയിൽ ഇപ്പോൾ? നാസികൾ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രത്യയ ശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു സംഘടനയാണ് സ്കിൻ ഹെഡ് എന്ന് പറയുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ അമേരിക്കയിലും ഇവർ വളരെ വളരെ ശക്തമൊന്നും അല്ലെങ്കിലും ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഇവർ പദ്ധതി തയ്യാറാക്കുകയും ആ ആക്രമണങ്ങൾ ചിലതൊക്കെ നടക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. പ്രൊഫസർ നൈനാൻ കോശി, താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഇത്തരത്തിലൊരു ഭീഷണി സ്വാഭാവികമായും ഒബാമയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരു അമച്വറിഷായിട്ടുള്ള ഒരു ഗൂഢാലോചനയായിട്ടാണ് പോലീസ് ഇത് വിലയിരുത്തുന്നത് എങ്കിൽ പോലും ഗൌരവത്തിലെടുക്കേണ്ട കാര്യമാണോ? ഇതൊരു പേടി സ്വപ്നമായിട്ട് തന്നെ ആദ്യം മുതലുണ്ട്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ട് ഒബാമ മത്സരിക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു പേടി സ്വപ്നം ആ സമൂഹത്തിലുണ്ട്. നിർഭാഗ്യവശാല് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷവും ഈ പേടി സ്വപ്നം തുടരും. ആ പശ്ചാത്തലത്തിലാണ് ഈ ഭീഷണിയെ അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയെ കാണേണ്ടത്. ഈ വെള്ള മേധാവിത്വത്തിൽ വിശ്വസിക്കുന്ന ഉണ്ണികൃഷ്ണൻ പരാമർശിച്ചതുപോലെ സ്കിൻഹെഡ് തുടങ്ങിയ സംഘടനകൾ ഇത്തരം ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നുള്ളത് വിശ്വസനീയമാണ്. ഇതിന് അടിസ്ഥാനപരമായുള്ളത് അമേരിക്കയിൽ വരുന്ന വലിയൊരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗം തീർച്ചയായിട്ടുമുണ്ട്. ആ വിഭാഗമെല്ലാം ഇത്തരം തീവ്രവാദ ഭീഷണിയിലേക്ക് നീങ്ങുമെന്നല്ല. പക്ഷെ തീർച്ചയായിട്ടും പ്രസിഡന്റ് കെന്നഡിയുടെ കാലത്ത് ഉണ്ടായിരുന്നതുപോലെ അതുപോലെ വൻതോതിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ഒരു പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് വേളയിലും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞാൻ ആദ്യം പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു പേടി സ്വപ്നം തന്നെ. വിദേശകാര്യ വിദഗ്ധൻ വധിക്കാൻ ശ്രമിച്ചതും ഒക്കെ തന്നെയും നമ്മുടെ മുമ്പിൽ അനുഭവ പാഠങ്ങളായുണ്ട്. ഒബാമയ്ക്കുള്ള ഭീഷണി അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നതാണോ ശ്രീ രാമകൃഷ്ണൻ? യഥാർത്ഥത്തിൽ അമേരിക്ക ഒബാമയെ ഇത്രയും പ്രസിഡന്റ് സ്ഥാനത്തിന് അടുത്തുവരെ കൊണ്ടുവന്ന ഒരു സ്ഥിതിയിൽ പൊതുവിൽ അമേരിക്കയുടെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ വംശീയതയെ ചരിത്രത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വലതുപക്ഷ വെള്ളക്കാരുടെ തീവ്രവാദി സംഘടനകൾ അതിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനവുമായിട്ടാണ് വരുന്നത്. അത്തരം ഫ്രഞ്ച് ഗ്രൂപ്പ് ധാരാളമായിട്ട് അമേരിക്കയിലുണ്ട്. അതിന് വലിയ ചരിത്രവുമുണ്ട്, നമുക്കറിയാം. അത്തരം ശക്തികൾ തുടർന്നും ഈ വംശീയതയുടെ ഒരു പ്രശ്നം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നതാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇനി ഏതാണ്ട് ഒരാഴ്ച മാത്രമേ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ളൂ. മക്കെയിൻ സ്ഥിതി മെച്ചപ്പെടുത്തുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്താണ് യഥാർത്ഥത്തിലുള്ള സ്ഥിതി?
പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒബാമ ഏതാണ്ട് 13 പോയിന്റിന്റെ ലീഡ് നിലനിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ആഴ്ചയിൽ ഒബാമയുടെ ലീഡ് ഗണ്യമായി കുറയുകയും ഏതാണ്ട് 8 പോയിന്റിൽ എത്തി നിൽക്കുകയും ചെയ്യുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്തോറും ഈ ബലാബലം വർദ്ധിക്കുകയും എന്തു വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് നമുക്ക് 2000-ലെ തെരഞ്ഞെടുപ്പ് നാം ഓർക്കേണ്ടത്. കാരണം അൽഗോർ തീർച്ചയായിട്ടും വിജയിക്കുമെന്ന ഒരു ധാരണയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് നമുക്കുണ്ടായിരുന്നതെങ്കിലും 2000-ലെ ബുഷ് വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. എന്നിരുന്നാലും ഈ പറയുന്ന ഒബാമയുടെ ആക്രമണ പദ്ധതിയായാലും അതുപോലുള്ള സംഭവങ്ങളൊക്കെ തികച്ചും പ്രാദേശികമാണ്. ഇതിനൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയോ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജനങ്ങളെ മാറി വോട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ സാധ്യത. പ്രധാനമായി പ്രൊഫസർ നയനാൻ കോശി, ബരാക് ഒബാമയുടെ സാമ്പത്തിക നയങ്ങൾ സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണെന്നാണ് മക്കെയിൻ ആരോപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം ജോർജ് ഡബ്ല്യു ബുഷിനെ തള്ളിപ്പറയാൻ പോലും തയ്യാറാകുന്നു. വിജയം അനിവാര്യമാക്കുന്നതിന് സോഷ്യലിസത്തെ തള്ളിപ്പറയണം. ജോർജ് ഡബ്ല്യു ബുഷ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണക്കാരെന്ന് അമേരിക്കൻ ജനത വിശ്വസിക്കുന്ന ജോർജ് ഡബ്ല്യു ബുഷിനെ തള്ളിപ്പറയണം. മക്കെയിൻ ശരിയായ പാതയിലാണ്, അല്ലെങ്കിൽ വിജയിക്കാനുള്ള മത്സരത്തിന്റെ ശരിയായ പാതയിലാണ് എന്ന് വേണം കരുതാൻ. ഉണ്ണികൃഷ്ണൻ, കെ രാമകൃഷ്ണൻ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് 31 ദേശസാൽകൃത റൂട്ടുകളിലെ പെർമിറ്റ് പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ